കോഴിക്കോട്ടേക്ക് തന്നെയാണ്. കോഴിക്കോട് വടകരയിൽ നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ തൊഴിലാളികൾക്ക് പരിക്ക്. പുത്തൂർ സ്വദേശി ശശി, എളയടം സ്വദേശി അജിത എന്നിവർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ശശിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വടകര ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള വീടിനോട് ചേർന്ന മതിലാണ് ഇടിഞ്ഞത്. കരിങ്കല്ല് ഉപയോഗിച്ച് മതിൽ നിർമ്മിക്കുമ്പോൾ തകർന്നു വീഴുകയായിരുന്നു. ശരത് എസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരത്, എന്താണ് സംഭവിച്ചത്? പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട്? ഇന്ന് രാവിലെയാണ് വടകര ജില്ലാ ആശുപത്രിയോട് ചേർന്നുള്ള വീട്ടിൽ ഇത്തരത്തിൽ മതിൽ നിർമ്മാണത്തിനിടെ മതിലിന്റെ കല്ലുകളൊക്കെ തന്നെ ഇളകി വീണ് അപകടമുണ്ടായിട്ടുള്ളത്. നിർമ്മാണം നടത്തിയിരുന്ന 2 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. അതായത് ശശി, അജിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ഈ മതിൽ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് കരിങ്കൽ ഉപയോഗിച്ചായിരുന്നു മതിലിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത്. അത് പൂർണ്ണമായും ഇത്തരത്തിൽ ഇവരുടെ ദേഹത്തേക്ക് വന്ന് പതിക്കുകയാണ് ഉണ്ടായത്. കല്ലിനടിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ പിന്നീട് പ്രദേശവാസികളും വീട്ടുകാരും ഒക്കെ ചേർന്ന് വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് പുറത്തേക്കെടുത്തത്. 2 പേർക്കും സാരമായി തന്നെ പരിക്കേറ്റിരുന്നു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ശശിയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശശിയുടെ കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ ഭാഗത്ത് ഈ വീടിന്റെ മതിൽ നേരത്തെ തകർന്നതാണ്. അതിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ കരിങ്കല്ല് ഉപയോഗിച്ച് മതിൽ നിർമ്മാണം നടത്തുകയായിരുന്നു. തൊട്ടിപ്പുറം ചെങ്കല്ല് കൊണ്ടുള്ള മതിലുമുണ്ട്. അത് ഈ 2 ഭാഗവും പൂർണ്ണമായും ഇത്തരത്തിൽ നിലംപതിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ മതിലിനടിയിൽ പെട്ട് അല്ലെങ്കിൽ കല്ലിനടിയിൽ പെട്ട ഇവരെ വളരെ പ്രയാസപ്പെട്ടാണ് എന്തായാലും പുറത്തേക്ക് എടുത്തത്. എന്തായാലും ശശിയുടെ കാലിനാണ് പരിക്കേറ്റത്. മറ്റ് ഗുരുതര പരിക്കില്ല. പക്ഷേ കാലിന് ഒറ്റ പരിക്ക് സാരമാണ് എന്നുള്ളത് ഡോക്ടർ അറിയിച്ചു തുടർന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ജോലിക്കാരിയായിരുന്ന അജിതയ്ക്കും പരിക്കുണ്ട്. അജിത നിലവിൽ ഇപ്പോൾ വടകരയിൽ തന്നെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. വടകരയിലാണ് നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് തൊഴിലാളികൾക്ക് പരിക്കേറ്റത്.